നമ്മൾ ഈ എബ്രോഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു കാര്യമാണ് പാർട്ട് ടൈം ജോബ്. അപ്പോൾ ഈ MBBS ആണ് പഠിക്കുന്നത്. അപ്പോൾ MBBSൻ്റെ കൂടെ തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കിട്ടിയിരുന്നോ? അതോ ലൈക്ക് അവിടെ ലീഗലാണോ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത്? ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ആ സിറ്റിയിൽ നമുക്ക് പാർട്ട് ടൈം ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല, ആ കൺട്രിയിൽ ഒരു പ്രശ്നമില്ല എന്നുള്ള കാര്യം. അങ്ങനെ എൻ്റെ സെക്കൻഡ് ഇയർ തൊട്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത് ലാംഗ്വേജ് ഒരു മസ്റ്റ് തിങ്ങാണ്. നമ്മൾ ഈ പാർട്ട് ടൈമിന് ചെന്നാലും നമുക്ക് ലാംഗ്വേജ് അറിയില്ല എന്നുണ്ടെങ്കിൽ അവർ ചവിട്ടിക്കൂട്ടി സൈഡിലിടും. അപ്പോൾ അങ്ങനെ പാർട്ട് ടൈം ജോബ് എടുത്തു തുടങ്ങി. ആദ്യം കുറച്ച് ലാംഗ്വേജ് പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത നല്ല ചെറിയ ചെറിയ ജോബുകളൊക്കെയാണ് ഞാൻ എടുത്തത്, റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട്. പിന്നെ ഓരോ വർഷം കൂടുന്തോറും ഞാൻ പിന്നെ കുറച്ചുകൂടി നല്ല ജോബ് എടുക്കാൻ തുടങ്ങി. തേർഡ് ഇയർ ആയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അറിയണ്ടായി, ഒരു റഷ്യൻ ലാംഗ്വേജ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യാം. അപ്പോൾ അതിനൊരു എക്സാം എഴുതണം, മെഡ്സിസ്ട്ര മെഡ്ബ്രാത്ത് എക്സാം എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഞാനത് എഴുതി, അത് ക്രാക്ക് ചെയ്തു, അത് പാസ്സായി. അതിന് വൈവ ഉണ്ട്, പ്രാക്ടിക്കൽസ് ഉണ്ട്, തിയറി ഉണ്ട്, MCQ ഉണ്ട്. അങ്ങനെ അതിൽ പാസ്സായി. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ തേർഡ് ഇയർ ലാസ്റ്റ് തൊട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യണ്ടായി. ഞാൻ പഠിച്ച മെഡിക്കൽ കോളേജിൽ തന്നെ സർജിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു അസിസ്റ്റ് ചെയ്യണ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. അതിനാകുമ്പോൾ നമുക്ക് ഒരുപാട് ലാംഗ്വേജ് സ്കിൽസ് വേണ്ട.